എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്നാണ് നമ്മളുടെ പരമമായ ലക്ഷ്യം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവപൂജയും വിഷ്ണു പൂജയും രാഹു പൂജയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കുബേര പൂജയും ലക്ഷ്മി പൂജയും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം ക്ഷേമമാണ് നമ്മുടെ എല്ലാം പരമമായ ലക്ഷ്യം. എല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ പൂജയുടെ ഫലമായി തോന്നിയ ഒരു സംഭവമാണ് പറയുന്നത്. ഒരു വ്യക്തി വരികയും നമ്മൾ ആ പൂജയിൽ നോക്കുകയും അതിന് പരിഹാരമായി നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ് പറയുന്നത്. സർപ്പദോഷത്തെക്കുറിച്ചാണ്. ഈ സർപ്പദോഷമുള്ളൊരു വ്യക്തി നമ്മുടെ പൂജയ്ക്ക് വരികയും പൂജ നോക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി നമ്മളതിന് പരിഹരിച്ചു. ആ പരിഹാരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. സർപ്പദോഷമുള്ളവർ തീർച്ചയായും കുടുംബത്തിൽ ദോഷമുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. അവർ പ്രധാനമായും സൂര്യഗായത്രി മന്ത്രമാണ് ജപിക്കേണ്ടത്. സൂര്യഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ സർപ്പദോഷം മാറിക്കിട്ടും. ഈ സർപ്പദോഷമുള്ളവരെ പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കുടുംബത്തിൽ സർപ്പദോഷമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അത് മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി മനസ്സിലാക്കേണ്ട ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും കല്യാണം നടക്കാൻ താമസമുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ സർപ്പദോഷമുണ്ട്. അതിന് സർപ്പ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആ സർപ്പദോഷമുണ്ടെങ്കിൽ അവിടെ കല്യാണം നടക്കത്തില്ല, അവിടെ തടസ്സങ്ങളായിരിക്കും. അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യമില്ല എന്നും വഴക്കുകളും ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അവിടെ സർപ്പദോഷമുണ്ട്. അപ്പോൾ ആ സർപ്പദോഷം അങ്ങനെ നമുക്ക് തീർച്ചയായും, അതുപോലെ തന്നെ കടബാധ്യതയാണെങ്കിൽ വീട് മൊത്തം കടത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ സർപ്പദോഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഈ സർപ്പദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മന്ത്രമാണ് സൂര്യഗായത്രി മന്ത്രം. ഈ സൂര്യഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് സർപ്പദോഷമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ എല്ലാ മാസവും ആയില്യ പൂജ ചെയ്യുന്നതും സർപ്പദോഷം മാറിക്കിട്ടാൻ ഏറ്റവും നല്ലത്. വെട്ടിക്കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം മഹത്തരമായിരിക്കും. ഒരു 12 പൂജയെങ്കിലും നിങ്ങൾ ആയില്യ പൂജ ചെയ്യണം ഈ സർപ്പദോഷം ബാധിച്ചവർ. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സർപ്പദോഷം ഉണ്ട് എന്ന്. ഈ സർപ്പദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആയില്യ പൂജ മുടങ്ങാതെ എല്ലാ മാസവും പാലും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും അമ്പലങ്ങളിൽ കൊടുക്കണം. കൊടുത്തിട്ട് 12 ആഴ്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ സർപ്പദോഷം തീർച്ചയായും മാറിക്കിട്ടും എന്നുള്ളതാണ് ഏറ്റവും. അതുപോലെ തന്നെ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ നാഗങ്ങളുടെ മന്ത്രമായ അഷ്ടോത്തരം അതുപോലൊക്കെ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലതാണ്. അതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഐശ്വര്യങ്ങളുണ്ടാകണം. ഐശ്വര്യങ്ങൾ വന്ന് കുമിഞ്ഞുകൂടും. സർപ്പങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ കുറേയൊക്കെ മാറ്റിക്കിട്ടും. നമ്മുടെ പൂർവികർ ചെയ്ത പാവത്തിൻ്റെ ഫലമാണ് നമ്മൾ കുറേയൊക്കെ അനുഭവിക്കുന്നത്. കാവുകൾ നശിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും സർപ്പങ്ങളെ നമ്മൾ കൊല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും പാമ്പുകളെയും ചെയ്യുന്നതുകൊണ്ട് പാവങ്ങളാണ് നമുക്ക് വന്ന് ചെയ്തത്. അതുകൊണ്ട് ഈ സർപ്പദോഷം മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ കുടുംബത്തും ഐശ്വര്യം ഉണ്ടാവണമെന്നാണ് നമ്മളുടെ ആവശ്യം. അതിനുവേണ്ടി എല്ലാവരും ഈ സർപ്പദോഷം മാറ്റാൻ വേണ്ടി എല്ലാ മാസവും ആയില്യത്തിനും 100 പാലും കഴിക്കണം. അത് ഐശ്വര്യമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ തടസ്സങ്ങൾ 12 ആഴ്ച കൊണ്ട് തന്നെ ആ തടസ്സം മാറി അവിടെ ഐശ്വര്യമായ ഒരു ഭവനം ഉണ്ടാവുകയും എല്ലാ തടസ്സങ്ങളും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ സർപ്പങ്ങൾക്ക് അനന്തരം എല്ലാം സാധിക്കും. നാഗരാജാവിനും നാഗയക്ഷിക്കും കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് സർപ്പദോഷം മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട. ഈ സർപ്പദോഷം മാറ്റുന്ന നിമിഷം തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സമയദോഷം വരുമ്പോഴാണ് ഈ സർപ്പദോഷം കൂടുതലേക്കുന്നത്. അതുകൊണ്ട് സമയദോഷം വരുന്ന സമയം മാറ്റാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർപ്പദോഷ പരിഹാരം. സർപ്പദോഷ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും സർപ്പദോഷ പരിഹാരം ചെയ്യണം. അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് സർപ്പദോഷത്തിന് ചെയ്യേണ്ട പരിഹാരങ്ങൾ എല്ലാ മാസവും ആയില്യ പൂജ ചെയ്യുക. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി അമ്പലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മാറും. അതുപോലെ തന്നെ സർപ്പങ്ങളുടെ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും മന്ത്രങ്ങൾ ജപിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനന്തൻ്റെ അനുഗ്രഹം നേടുകയും അതുപോലെ തന്നെ നല്ല ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും സർപ്പദോഷം മാറ്റാൻ പ്രത്യേകം ചെയ്ത്. അതുകൊണ്ടാണ് മാനസികമായി വിഭ്രാന്തി ഉണ്ടാകുന്നതും കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാകുന്നതുമായ എല്ലാ പ്രശ്നങ്ങളും വഴക്കുകളും എല്ലാം സർപ്പങ്ങളുടെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴേ മനസ്സിലാക്കിക്കോണം സർപ്പദോഷം നിങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും ആയില്യ ദിവസം മുടങ്ങാതെ 100 പാലും കഴിക്കുക, മഞ്ഞപ്പൊടി കൊടുക്കുക, കരിക്ക് കൊടുക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല ഐക്യവും ഐശ്വര്യവും എല്ലാ മംഗളകാര്യങ്ങളും വീട്ടിൽ വന്ന് നടക്കും. അതുപോലെ തന്നെ ഒന്നിനും പഞ്ഞമുണ്ടാകത്തില്ല, ധനത്തിന് പഞ്ഞമുണ്ടാകത്തില്ല, എല്ലാം ഐശ്വര്യപ്രദമായി നടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സർപ്പദോഷം മാറ്റാൻ വേണ്ടി ആയില്യ പൂജ ചെയ്യുക എന്നുള്ളതാണ്. ആയില്യ പൂജയാണ് ഇതിൻ്റെ പരിഹാരമായിട്ടുള്ളത്. അതുപോലെ തന്നെ സൂര്യഗായത്രി മന്ത്രവും നല്ലതാണ്. പവർഫുള്ളായ മന്ത്രങ്ങളാണ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർപ്പങ്ങളുടെ അഷ്ടോത്തരങ്ങൾ ജപിക്കുന്നതും എല്ലാം ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവാൻ നമ്മുടെ പൂജയുടെ ഫലമായി ഉണ്ടായ ഒരു കസ്റ്റമർ വന്നപ്പോൾ ആണ് ഈ സർപ്പദോഷത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതാണ് എല്ലാവരിലും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്ത് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. ഓം ലക്ഷ്മി നാരായണ.